നമസ്കാരം. ആകപ്പാടെ കിളി പോയ അവസ്ഥയിലാണ് ആർക്ക്? നമ്മുടെ ഭരണപക്ഷത്തിന് മാത്രമല്ല, മുൻ മന്ത്രിമാരും ഇപ്പോൾ ആകപ്പാടെ പെട്ട അവസ്ഥയാണ്. കാരണം പണ്ടൊക്കെ ദൈവം പിന്നെ ആണെങ്കിൽ ഇപ്പോൾ അപ്പം കൊടുക്കാൻ തന്നെയാണ് ദൈവത്തിന്റെ തീരുമാനം. എത്ര നാള് പോവും, ഇത് എവിടം വരെ പോകുമെന്ന് നോക്കിയിരിക്കുകയായിരുന്നു. എങ്കിൽ പിന്നെ അങ്ങനെ തന്നെ ആകാം, ഇനി കളി തിരിച്ചു തുടങ്ങാമെന്ന മട്ടിൽ അയ്യപ്പൻ കളി തുടങ്ങിയപ്പോൾ മുതൽ തന്നെ ഇരിക്കെ പൊറുതിയില്ല പലർക്കും. അതിന്റെ ഭാഗമായി നട റോഡിലെന്നോ അല്ലെങ്കിൽ ഓഫീസിലെന്നോ മാധ്യമപ്രവർത്തകരോടൊന്നോ ഒന്നും തന്നെ നോക്കാതെ പൊട്ടിത്തെറിക്കുന്ന സാഹചര്യമാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. സത്യത്തിൽ കടകംപള്ളിയുടെ കിളി പോയി എന്ന് വേണമെങ്കിൽ പറയാം. ഈ കടകംപള്ളി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ പത്മകുമാർ അറസ്റ്റിലായതിനു ശേഷം അടുത്തത് കടകംപള്ളിയാണ് എന്ന ചോദ്യവുമായി പലരും വന്നപ്പോഴും മാധ്യമങ്ങളിൽ അത്തരത്തിലുള്ള വാർത്തകൾ വരുമ്പോഴും എന്തിന് പത്മകുമാർ പോലും കടകംപള്ളിയെ കുരുക്കുന്ന തരത്തിലേക്ക് മൊഴി നൽകുമ്പോഴും അന്ന് മുതലാണ് ഈ കടകംപള്ളി മാധ്യമങ്ങളെ കാണുമ്പോൾ വിറയ്ക്കാൻ തുടങ്ങിയത്. ആ വിറയൽ പേടി എന്ന പോലെയല്ല, മറിച്ച് ശുഭിതനായാണ് അല്ലെങ്കിൽ പൊട്ടിത്തെറിച്ചാണ് കാണുന്നത്. എന്തെങ്കിലും ടെൻഷൻ വരുമ്പോൾ, എന്തെങ്കിലും പ്രശ്നത്തിൽ ഫ്രസ്ട്രേഷൻ വരുമ്പോൾ, മറ്റാരോടെങ്കിലുമുള്ള ദേഷ്യം തീർക്കാൻ ഒക്കെ നമ്മൾ മനുഷ്യന്മാരല്ലേ, നമ്മൾ അങ്ങനെ ചെയ്തു പോകാറുണ്ട്, സ്വാഭാവികം. അത്തരം ഫ്രസ്ട്രേഷനുകൾ ഇപ്പോൾ കടകംപള്ളി തീർക്കുന്നത് നടുറോഡിലാണ്. കഴിഞ്ഞ ദിവസം കടകംപള്ളിയുടെ ഒരു ഷോ ഉണ്ട്, അത് തന്നെയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നതും. റോഡ് നിർമ്മാണം വൈകുന്നതിന് കരാറുകാരനെ പരസ്യമായി ശകാരിച്ച കടകംപള്ളി സുരേന്ദ്രൻ MLA രംഗത്ത് വന്നു. 7 മാസമായി നിർമ്മാണം തുടരുന്ന റോഡിന്റെ ദയനീയ അവസ്ഥ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു കടകംപള്ളിയുടെ ഈ ഇടപെടൽ. തീർച്ചയായും നല്ല കാര്യം തന്നെയാണ്. പക്ഷേ കടകംപള്ളി അദ്ദേഹം അറിയാനായി കഴിഞ്ഞ 7 മാസമായി എന്ന് അദ്ദേഹം തന്നെ പറയുമ്പോൾ ഈ 7 മാസവും ഇദ്ദേഹം എന്താ ഉറങ്ങുകയായിരുന്നു? കടകംപള്ളി എന്ന MLAക്ക് എന്താ ഇടപെടാൻ 7 മാസം വേണ്ടി വന്നു? അതോ ഈ ഒരു സിറ്റുവേഷനിൽ താനൊന്ന് നല്ല പിള്ള കളിച്ചേക്കാം എന്ന് വിചാരിച്ചോ? അങ്ങനെ പല ടെൻഷനുകളാണ്. അങ്ങനെ ഈ ടെൻഷനുകൾ ചെന്ന് അവസാനിക്കുന്നത് കടകംപള്ളിയെ ആരും തന്നെ ഒട്ടും വില വെക്കാത്ത രീതിയിലേക്കാണ്. മൈക്ക് നെഞ്ചിൽ ധരിച്ചുകൊണ്ട്, മൈക്ക് ഷർട്ടിൽ ധരിച്ചുകൊണ്ട് കടകംപള്ളി അങ്ങനെ ഷോ ഇറക്കിയപ്പോൾ അസല് വട്ടാണോ എന്ന് പോലും ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. കടകംപള്ളി നല്ല കാര്യത്തിന് ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നുവെങ്കിലും രൂക്ഷ വിമർശനമാണ് സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്നത്. ശ്രീകാര്യം കല്ലമ്പള്ളി 1.5 കിലോമീറ്റർ റോഡ് നിർമ്മാണം വൈകുന്നതിലാണ് മന്ത്രി കരാറുകാരനെ ശകാരിച്ചത്. അതേസമയം ഷർട്ടിൽ മയക്ക് കുത്തിവെച്ചുകൊണ്ടുള്ള ശകാരം തിരഞ്ഞെടുപ്പ് സ്റ്റണ്ടാണെന്ന് സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ വിമർശനം ഉയരുന്നുണ്ട്. മര്യാദയ്ക്ക് പെട്ടെന്ന് പണി തീർന്നില്ലെങ്കിൽ പണി നിർത്തിവെച്ച് നിങ്ങൾക്ക് പോകേണ്ടി വരും എന്നാണ് കടകംപള്ളി കരാറുകാരനോട് പറയുന്നത്. അതായത് മര്യാദയ്ക്ക് പണിയെടുക്കുന്നവനെ കൊണ്ട് ആ ജോലി നിർത്തിപ്പിക്കുക എന്ന് ഉദ്ദേശം. പിന്നെ സാറ് വന്ന് പണിയെടുക്കുമോ എന്നൊക്കെയാണ് കമന്റുകൾ. എന്നാൽ പിന്നെ താൻ പോയി അങ്ങോട്ട് പണിയെടുക്ക്, ഡയലോഗ് അടിക്കുന്ന നേരം കൊണ്ട് എന്ന് പറയുന്നവരുടെ എണ്ണവും കൂടുതലാണ്. എന്നാലും 1.5 കിലോമീറ്റർ ദൂരം ഈ റോഡ് ഇത്രയും മോശമായി കിടക്കുന്ന ഈ സാഹചര്യം അദ്ദേഹത്തിന് 7 മാസത്തിന് ശേഷമല്ലേ മനസ്സിലായത്? അവിടുത്തെ ജനങ്ങൾ പൊറുതി മുട്ടി നിവർത്തികേട് കൊണ്ട് യൂസ്ഡ് ആയി എന്ന് പറയില്ലേ? അതായത് ഇനി പറഞ്ഞിട്ടും ചെയ്തിട്ടും കാര്യമില്ല, ഇങ്ങനെ തന്നെ പോവാം, പോകുന്ന വഴി എന്താ തെളിച്ച വഴിയെ പോയില്ലെങ്കിൽ പോയ വഴിയെ തെളിക്കുക എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? അതുപോലെയാണ് ഇതിപ്പോൾ ജനങ്ങൾക്ക്, അവിടെയുള്ള നാട്ടുകാർക്ക് സ്വാഭാവികമായി ഇപ്പോൾ കുണ്ടും കുഴിയും കാണാതെയാണ് അവർക്ക് നിവർത്തിയില്ലാത്ത ഒരു ഗതികേടിൽ എത്തി നിൽക്കുകയാണ്. അത്തരം ഗതികേടിൽ നാട്ടുകാരെ കൊണ്ട് എത്തിച്ചതിന് ശേഷമുള്ള കടകംപള്ളിയുടെ ഈ ഷോ അതങ്ങ് പഴയ മന്ത്രിസഭയിൽ കൊണ്ട് കാട്ടിയാൽ മതി എന്നാണ് പലരും പറയുന്നത്. അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകരോട് തീർത്താൽ മതി എന്ന് പറയുന്നവരുണ്ട്. എന്തായാലും തങ്ങളുടെ ഫ്രസ്ട്രേഷൻ നമുക്ക് മനസ്സിലായി. ഇങ്ങനെ പേടിക്കേണ്ടോ, നിങ്ങൾ ഇങ്ങനെ പേടിച്ച ജനം നിങ്ങളെ കയ്യോടെ തൂക്കുമെന്ന് കമന്റുകൾ ധാരാളമായി വരുന്നുണ്ട്. റോഡ് കുഴിച്ചിട്ടതിന്റെ ചെളി മാറ്റിക്കൊടുക്കാൻ പറ്റുമോ എന്നും കരാറുകാരനോട് MLA ചോദിക്കുന്നുണ്ട്. എന്തായാലും MLAയുടെ ആ ചോദ്യവും ഉത്തരവും നമുക്കൊന്ന് കേൾക്കാം. ഇതെപ്പോഴും അടയ്ക്കുമെന്നാണ് എനിക്ക് അറിയേണ്ടത്. നിങ്ങളൊരു കോപ്പം ചെയ്തില്ലെങ്കിലും ആർക്കും കണക്ഷൻ കൊടുത്തില്ലെങ്കിലും ഒന്നുമില്ല. നിങ്ങൾ ഈ പണി ഇവിടെ നിർത്തി വെച്ചിട്ട് പോകേണ്ടി വരും. മര്യാദയ്ക്ക് പെട്ടെന്ന് തീർത്തില്ലെങ്കിൽ പണി ഇവിടെ നിങ്ങൾ നിർത്തി വെച്ചിട്ട് പോകേണ്ടി വരും. നിങ്ങൾക്ക് ഒരു കോപ്പം ഉണ്ടാക്കാൻ പറ്റില്ല. ഞാൻ ഉള്ള കാര്യം പറഞ്ഞേക്കാം. ഇനി ചേന്തിയിൽ ബാലൻസ് എത്ര മാസം കൂടെ എടുക്കുമെന്നാ? അവന്മാർക്ക് ഇത് ഇത്രയും ദിവസമായിട്ട് അത് എടുത്ത് വെക്കാൻ മേലായിരുന്നു. ഇപ്പം എന്തെങ്കിലും പണി ഇവിടെ നടക്കുന്നുണ്ടോ? വെക്കുന്നതിനെന്താ പിന്നെ തടസ്സം എന്താ? അവനോട് ആളെ വെച്ചിട്ട് ഇത് പെട്ടെന്ന് എടുത്ത് വെക്കാൻ പറ. നിങ്ങളും കൂടെ വന്നേ. നിങ്ങൾ കുഴിച്ചതിൻ്റെ ചെളി മാറ്റി കൊടുക്കാൻ പറ്റുമോ? ചെളി മാറ്റിയാൽ ഇവിടെ തറയുണ്ട്, റോഡുണ്ട്. കാണുന്നില്ലേ? JCB ഒന്നും വേണ്ട. ഈ മൺവെട്ടി വെച്ചാണ് ചെയ്യാനുള്ളത്. JCB വെച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല. മുകളിലത്തെ ചെളി JCB വെച്ച് ചെയ്യാൻ പറ്റില്ല. JCB വെച്ച് വീണ്ടും കുത്തി കളക്കാനായിരിക്കും പരിപാടി അല്ലേ? എത്ര ദിവസമായിട്ട് അതങ്ങനെ കിടക്കുകയാണ്.
എത്ര ദിവസമായിട്ട്? അങ്ങേറ്റത്ത് എന്താ ചെയ്യാൻ പോണത്? അവിടെ നിന്ന് ഇങ്ങോട്ട് എന്താ ചെയ്യാൻ പോകുന്നത് നിങ്ങൾ? ഇവിടുത്തെ ചെളി മുഴുവൻ മാറ്റി കൊടുക്കണം. ആ, ഒരു കാറ് പോകത്തക്ക തരത്തിൽ മാറ്റി കൊടുക്കണം. ഇപ്പോൾ ഇതെന്താ ചെയ്യാൻ പോകുന്നത് ഇവിടെ? അല്ല, ഇങ്ങോട്ടേക്ക് ഈ വാഹനം തന്നെ വന്ന് അവിടെ പൂന്തി കിടക്കുന്നതില്ലേ? ആ ചെളി ഇങ്ങോട്ടേക്ക് മാറ്റി കൊടുത്താലോ ഒരു വാഹനത്തിൽ ഒരാളെ വഴി നിങ്ങൾക്ക് ഉണ്ടാക്കി കൊടുത്തൂടെ? എന്തുകൊണ്ടാണ് കുഴി മൂടാത്തതെന്നും എത്ര ദിവസം കൊണ്ട് നിർമ്മാണം പൂർത്തിയാക്കുമെന്നും കടകംപള്ളി കരാറുകാരനോട് ചോദിക്കുന്നത് കേട്ടു കാണുമല്ലോ. ഒരു വാഹനം പോകുന്ന രീതിയിൽ റോഡിലെ ചെളി ഒഴിവാക്കി കൊടുക്കണമെന്നും കടകംപള്ളി നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇതിന്റെ വീഡിയോ പുറത്തുവന്നതിന് പിന്നാലെയാണ് MLA ഷർട്ടിൽ മൈക്ക് കുത്തിവെച്ച് കരാറുകാരനെ വിമർശിച്ചത് തെരഞ്ഞെടുപ്പ് കാലത്തെ ഷോ മാത്രമാണ് എന്ന വിമർശനവുമായി നിരവധി ആളുകൾ വരുന്നത്. 7-8 മാസമായി റോഡ് ഇത്തരത്തിൽ കിടന്നിട്ടും തിരഞ്ഞു നോക്കാത്ത ആളാണ് പെട്ടെന്ന് രംഗത്തിറങ്ങിയത് തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് മാത്രമാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. അദ്ദേഹത്തിന്റെ കാലും കൈയും പോലും പിടിച്ച് ഞങ്ങൾ പലപ്പോഴായി പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് പോലും അദ്ദേഹം ഇത്രയും നാളും ഇങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല. പിന്നെ ഇപ്പോൾ ഈ കാണിക്കുന്ന ഷോ ആരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് സാറേ എന്ന് പോലും ചോദിക്കുന്നുണ്ട്. അതായത് സംഗതി കയ്യിന്ന് പോയി സഖാവെ എന്ന് വേണം പറയാൻ. അതായത് ഈ തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടൊക്കെ ജനത്തിന് മനസ്സിലായിട്ടുണ്ട്, ജനം കയ്യോടെ തൂക്കി എന്ന് വ്യക്തമാവുകയാണ്. എന്തായാലും കടകംപള്ളിയുടെ ഈ ഫ്രസ്ട്രേഷൻ നടുറോഡിൽ വേണ്ട എന്ന കമന്റുകളും നിരന്തരമായി വരുന്നുണ്ട്. അതേസമയം കരാറുകാരനെ ശാസിക്കാൻ ഉദ്ദേശിച്ചല്ല അവിടെ എത്തിയതെന്നും റോഡ് നിർമ്മാണം വിലയിരുത്താൻ എത്തിയതാണെന്നും കടകംപള്ളി സുരേന്ദ്രൻ പ്രതികരിച്ചു. ചെറിയ വീഡിയോ എടുത്ത് ജനങ്ങളെ അറിയിക്കണമെന്ന് കരുതിയാണ് മൈക്ക് ഷർട്ടിൽ ഘടിപ്പിച്ചത്. മഴ കാരണമാണ് നിർമ്മാണം വൈകിയതെന്നും 2 ദിവസത്തിനുള്ളിൽ പ്രശ്നം പരിഹരിക്കാൻ കഴിയുമെന്നും ജനങ്ങളോട് വിശദീകരിക്കാനായിരുന്നു ശ്രമം. അതിനിടെ അവിടെ ഒരു പിക്കപ്പ് വാൻ ചെളിയിൽ പൂണ്ട് കിടക്കുന്നത് കണ്ടതോടുകൂടിയാണ് കരാറുകാരനോട് സംസാരിക്കേണ്ടി വന്നത്. അതുകൊണ്ടാണ് വീഡിയോയിൽ മൈക്ക് കാണുന്നത്. ആളുകൾ വിമർശിക്കുന്നതിൽ പ്രശ്നമില്ല, വന്ന പിഴവിൽ വിമർശനത്തിന് താൻ അർഹനാണ്, ഭാവിയിൽ അത് ശ്രദ്ധിക്കുമെന്നും കടകംപള്ളി പറയുന്നു. റോഡ് നിർമ്മാണം പൂർത്തിയാക്കാൻ 6 തവണ യോഗം വിളിച്ച് ചേർന്നിരുന്നുവെന്നും കടകംപള്ളി പറയുകയാണ്. എന്റെ സാറേ, 6 തവണ യോഗം വിളിച്ചിട്ട് എന്ത് കിട്ടാനാ? നടുറോഡിൽ നേരെ ഇറങ്ങി പണിയെടുക്കണം, അല്ലാതെ റൂമിനകത്ത് കയറിയിരുന്ന് യോഗം ചേർന്നിട്ടോ ചർച്ച ചെയ്തിട്ടോ വല്ല കാര്യവും ഉണ്ടോ എന്നാണ് പലരും ചോദിക്കുന്നത്. മഴ ഒരു പ്രധാന തടസ്സമായിരുന്നു. എങ്കിലും കരാറുകാർ കുറച്ചുകൂടി ഉത്തരവാദിത്തം കാട്ടിയിരുന്നുവെങ്കിൽ നിർമ്മാണം വേഗത്തിൽ തീർക്കാൻ കഴിയുമായിരുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഈ മഴ കേരളത്തിൽ വരാൻ തുടങ്ങിയത് എപ്പോഴാ? മഴ കേരളത്തിലുള്ളത് കൊണ്ട് മറ്റ് വികസനങ്ങളോ അല്ലെങ്കിൽ മറ്റ് പ്രധാനപ്പെട്ട പരിപാടികളോ ഒന്നും തന്നെ നടക്കുന്നില്ല കേട്ടോ. എന്തിനാ സ്വർണ്ണക്കൊള്ള പോലും നടക്കുന്നില്ല കേട്ടോ. എന്തായാലും ഇതൊക്കെ തന്നെ പറഞ്ഞ് ജനത്തെ മുടിപ്പിക്കാൻ അല്ലെങ്കിൽ പറ്റിക്കാൻ നോക്കണ്ട, ജനം സത്യം മനസ്സിലാക്കി തുടങ്ങി സാറേ എന്ന് പറയേണ്ട ഗതികേടിൽ എത്തി നിൽക്കുകയാണ്.